റോസ ആദ്യം സംസാരിക്കണം. റോസക്ക് എന്താ പറയണ്ടേ? റോസ അമ്മ വേണ്ടല്ലോ. എന്താ പറയാനുള്ളത്? മമ്മൂക്ക വരണേക്കാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ബ്രഹ്മയുഗം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മമ്മൂക്കയുടെ ആക്ടിങ്. മമ്മൂക്ക ശരിക്കും ഞാൻ ചെയ്യാണോ എന്ന് വെച്ചു, പക്ഷെ കുറച്ച് ഞാൻ പേടിച്ചു. പിന്നെ മമ്മൂക്ക വന്നപ്പോ ഞാൻ ആകെ എന്റെ കിളി പോയി. ഇതെന്താ അത്? അപ്പൊ മമ്മൂക്കയുടെ ആക്ടിങ് ഞാൻ തിയേറ്ററിൽ എൻ്റെ കൂടെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇഷ്ടപ്പെട്ടോ? എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടെ മമ്മൂക്കയുടെ ആക്ടിങ്ങില്? അവിടെ ആക്ടിങ്ങില് മമ്മൂക്ക വരുമ്പോ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ആ ഫൈറ്റ് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് മമ്മൂക്ക എടുത്ത് ചോദിക്കാം. മോൾക്ക് എന്താ മമ്മൂക്ക എടുത്ത് ചോദിക്കാനുള്ളത്? എന്തെങ്കിലും ചോദ്യം ആദ്യം തന്നെ മോള് റോസമ്മ തന്നെ അങ്ങ് ചോദിച്ചോ. മമ്മൂക്ക എന്റെ ആക്ടിങ് അങ്ങനെ ഉണ്ടായിരുന്നു. സൂപ്പർ. ഞാൻ കഴിച്ചു ഭയങ്കര ആക്ടിങ് കണ്ടിട്ട്. ഇത്രയും ചെറിയ ആൾ ഇത്രയും വലിയ അഭിനയം വിനിയോഗിക്കുന്നത്. മമ്മൂക്ക, ചത്താ പച്ചയുടെ ഈ ഒരു സക്സസ് പാർട്ടിയിൽ ഇവരെല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു ചിരിയും ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. ദാറ്റ് ഇസ് ബിക്കോസ് യു ജോയിൻ ദം. എന്ത് തോന്നുന്നു? ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി 2 ദിവസം അത് കഴിഞ്ഞു. ഇവിടെ യു ആർ ഹിയർ സെലിബ്രേറ്റിംഗ് വിത്ത് ഓൾ ഓഫ് ദം. ചത്താ പച്ച എന്ന സിനിമയുടെ ഈ ഒരു സക്സസിനെ കുറിച്ച് വാട്ട് ആർ യു ഫീലിംഗ് ടുഡേ? ഈ സിനിമയെ പറ്റി ആലോചിക്കുന്ന കാലത്ത് തന്നെ ഷൗക്കത്തിൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ സിനിമ എടുക്കണം, പിള്ളേർ സിനിമ പഠിച്ചു, ഒരാൾ ആക്ടിങ് പഠിച്ചു, ഒരാൾ ഡയറക്ഷൻ പഠിച്ചു, എങ്ങനെയും സിനിമയിൽ എത്തണം. ഞാൻ പറഞ്ഞത് ഷൗക്കത്തെ ഇത് അങ്ങനെ എളുപ്പത്തിൽ കയറാവുന്ന ഒരു പരിപാടിയല്ല. ഞാനൊക്കെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുക. കാരണം ഇത് എത്തിപ്പെടുന്നതിനേക്കാൾ വലിയ പാടാ ഇവിടെ നിന്ന് പോകും. അപ്പോൾ വേണോ? അല്ല, ഒരു പിള്ളേരുടെ ആഗ്രഹമല്ലേ, നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് അറിയാത്ത പിള്ളേർക്ക് ചോദിക്കുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിള്ളേർക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളെന്ന് പറഞ്ഞു. പക്ഷേ ഷൗക്കത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഷൗക്കത്തിന് അങ്ങോട്ട് നോക്കണമെങ്കിലും അയാളെക്കാണെങ്കിലും മറ്റയാളെങ്ങനെയുണ്ട്, ഇയാളെങ്ങനെയുണ്ട്. ഇതിപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അവരെ വേണ്ട ഇവരെ ഇടെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ അവരോട് പോയി ചോദിക്കുക, അവരുടെ സൗകര്യമുണ്ടോ, ഇയാൾക്ക് സൗകര്യമുണ്ടോ, അവർക്ക് സൗകര്യമുണ്ടോ എന്ന് പറഞ്ഞ് എല്ലാവരെയും പിടിച്ചു. ആക്ടേഴ്സ്, ഈ ഡയറക്ടർ, ഞാൻ പറഞ്ഞ ഡയറക്ടർ എനിക്കറിയില്ല, കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുക. അങ്ങനെ ഒരുപാട് ദിവസം എനിക്ക് ഭയങ്കര ഈ സിനിമയിൽ അഭിനയിക്കുന്ന ശല്യം അല്ലാതെ തന്നെ ഇപ്പോഴും അതിനു മുമ്പും ഷൂട്ടിംഗ് നടക്കുമ്പോഴൊക്കെ ശല്യമായി. ഞാൻ എനിക്ക് അനുസരിച്ച് കുറച്ച് വിശ്രമം വേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഷൗക്കത്തിനോട് പറഞ്ഞു, ഷൗക്കത്തെ ഞാൻ വരണോ? അല്ലല്ല വരണം. അത് ഞാൻ പറഞ്ഞ് എങ്ങനെ ഇല്ലാതെ എടുക്കാൻ പറ്റില്ലേ? അല്ല, ഈ പടത്തിൻ്റെ ആദ്യം മുതൽ ഇയാളുടെ പേര് പറഞ്ഞുകൊണ്ട് അഭിനയിക്കുന്നത്, അതുകൊണ്ട് വന്നില്ലേ പിന്നെ ആൾക്കാർ ചോദിക്കും അയാളവിടെ പോയത്. അപ്പോൾ പിന്നെ എന്തുമാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിക്കാൻ വന്നു. എനിക്കാണെങ്കിൽ ഗാഥയുടെ ആദ്യം എന്തൊക്കെ പറയണമെങ്കിൽ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിശ്വസിച്ചിറങ്ങുകയാണ് മക്കളെ, ഇതിനെപ്പറ്റി വലിയ പിടിപാടൊന്നുമില്ല. അങ്ങനെ അവർ പറഞ്ഞ പോലെ കാണിച്ചു. അത്ര ഉള്ളൂ സിനിമയിൽ.